2023 റിലീസായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമായിരുന്നു ഫാലിമി. ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം നിതീഷ് സഹദേവ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ടി തലൈവർ തമ്പി തലമേൽ. ജീവയാണ് സിനിമയിൽ നായകനായി എത്തുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു വോയിസ് ഓവർ ആണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന വോയിസ് ഓവർ. അതിൽ പറയുന്നത് ഇതാണ്: വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്തരത്തിലൊരു ബോർ ജീവിതം നയിക്കാൻ കാരണം നമ്മുടെ തലയെഴുത്താണ്. ശേഷം സിനിമ നമ്മളെ കൊണ്ടുപോകുന്നതും അത്തരത്തിലൊരു സീനിലേക്ക് തന്നെയാണ്. മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാൾ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന നാട്ടുകാർ. അവരുടെ ഇടയിലേക്കാണ് നമ്മുടെ നായകന്റെ എൻട്രോ. ജീവ എന്ന നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ വളരെ നന്നായി തന്നെ സോൾവ് ചെയ്യുന്നു. തുടർന്നാണ് നമ്മളെ സിനിമയുടെ കഥയിലേക്ക് കൊണ്ടുപോകുന്നത്. സിനിമയുടെ പ്രധാന കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. അതേസമയം തന്നെ അപ്പുറത്തെ വീട്ടിൽ, തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ ഒരു മരണവും നടക്കുന്നു. ഈ രണ്ട് പരിപാടിയും ഒരേ സമയത്ത് തന്നെ, അതായത് കല്യാണ ചടങ്ങും അതുപോലെ മരണത്തിന്റെ ചടങ്ങുകളും എല്ലാം ഒരേ സമയത്ത് തന്നെ നടത്തണമെന്നാണ് രണ്ട് വീട്ടുകാർക്കും ഒരു വാശി. തുടർന്ന് നടക്കുന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ രസകരമായി പറഞ്ഞിരുന്ന സിനിമയാണ് ഈ ഒരു ടി. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഡ്യൂറേഷനാണ്. ഇത് 1 മണിക്കൂറും 55 മിനിറ്റുമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളത്. വളരെ സ്പീഡായിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നും തീരെ നമ്മൾ അറിയത്തുപോലും ഇല്ല. അത്രയും സ്പീഡിലാണ് സിനിമ പോകുന്നത്. അനാവശ്യമായിട്ടുള്ള സീനോ ക്യാരക്ടേഴ്സോ അങ്ങനെ ഒന്നും ഈ സിനിമയുടെ ഇതിലില്ല. ഇതിനകത്ത് പ്രധാനമായും അഭിനയിച്ചിരിക്കുന്നത് ജീവ, പിന്നെ ജീവനെ കൂടാതെ തമിഴിൽ തന്നെ സീനിയർ ആക്ടേഴ്സ് ആയിട്ടുള്ള 2 പേരാണ്. അവരെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതായത് ഇളവരസ്, തമ്പി രാമയ്യ, അങ്ങനെ 2 പേരാണ് പ്രധാനമായിട്ട് മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള 2-3 ആക്ടേഴ്സും പിന്നെ കുറെ ആക്ടേഴ്സും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ റോള് നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ജീവയുടെ കാര്യമാണ്. കാരണം പുള്ളി ഈ അടുത്തിടെയായിട്ട് അങ്ങനെ സിനിമകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് പറയാം. അത്തരത്തിലൊരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ക്യാരക്ടറിന് സിറ്റുവേഷനായിട്ടുള്ള കോമഡീസും ഡ്രാമയും എല്ലാം ഉണ്ട്. എല്ലാം നല്ല പക്കായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇളവരസും തമ്പി രാമയ്യയും 2 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 2 പേരും കിടിലനായിരുന്നു. പിന്നെ ഈ സിനിമയിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും വളരെ നന്നായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയത് ഈ സിനിമയിലെ ഒരു കല്യാണ ചെറുക്കനായിട്ടൊരു പുള്ളി വരുന്നുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. ആ ആക്ടർ പുള്ളി നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയും പുള്ളിയുടെ അനിയൻ ആയിട്ടുള്ള ക്യാരക്ടറും തമ്മിലുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അത് നല്ല ഫൺ സീൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ആകെ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുള്ള തമിഴ് സിനിമകളിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ടി. വളരെ എൻഗേജിങ് ആയിരുന്നു. ഞാൻ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ എൻഗേജിങ് ആയിരുന്നു. എനിക്ക് യാതൊരു വിധത്തിൽ ലാഗോ ഒരു മടുപ്പോ ഒന്നും ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. അതിൽ പ്രധാന കാരണം ഈ സിനിമേന്റെ ആ ഒരു നറേഷന്റെ സ്റ്റൈൽ തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ഒന്നും അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. എല്ലാം വളരെ സ്പീഡിൽ തന്നെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ക്രൂ, ഫാലിമീന്റെ ക്രൂ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന ബബ്ലു, അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിങ് എല്ലാം ഈ ഒരു സിനിമയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അവർ നല്ല പക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഔട്ട് നമുക്ക് സിനിമയിൽ കാണാം. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക്കാണ്. വിഷ്ണു വിജയ് ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ജീവയുടെ ഫിലിമോഗ്രഫി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പുള്ളിയുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളിൽ പോലും വളരെ നല്ലൊരു ആൽബം ആയിരിക്കും ഉള്ളത്. സോ അതുപോലെ തന്നെയാണ് വിഷ്ണു വിജയ് ഈ ഒരു സിനിമയിലെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ സിനിമയിൽ ഉള്ള പാട്ട് എല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസിന് ആ ഒരു വിഷ്ണു വിജയുടെ വർക്കും നല്ലൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ പൊങ്കൽ റിലീസായിട്ടാണ് തമിഴ്നാട്ടിൽ റിലീസായിരിക്കുന്നത്. പൊങ്കലിന് വിജയുടെ ജനനായകൻ വന്നില്ല. ഇപ്പം വന്നത് ശിവകാർത്തികന്റെ പരാശക്തിയും കാർത്തിയുടെ വാദ്യാരുമാണ്. ആ 2 സിനിമയും ഒരു മിക്സഡ് റിവ്യൂസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സോ അവിടെ ഈ ഒരു സിനിമ വളരെ നന്നായിട്ട് പോകുന്നെന്ന് അറിഞ്ഞു. സോ നമുക്ക് ആസ് എ മലയാളി എന്ന രീതിയിൽ നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ തമിഴിൽ പോയി ആദ്യമായി ചെയ്യുന്ന ഒരു സിനിമ അവിടെ ഇത്ര നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നത് നമുക്കൊരു സന്തോഷമാണ്. കൂടാതെ മമ്മൂട്ടിയുടെ അടുത്തൊരു സിനിമയും ഈ ഒരു ഡയറക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 2 പടവും ഇത്ര നന്നായിട്ട് ചെയ്ത ഒരു ഡയറക്ടർ മമ്മൂട്ടിയായിട്ടൊരു പടത്തിന് ജോയിൻ ആവുകയാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു പടത്തിലേക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട്.
പിന്നെ ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കാണാത്തവർ തീർച്ചയായും നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാനേമൻ പോലെയുള്ള സിനിമയുടെയൊക്കെ സ്റ്റോറിയുടെ ഒരു 1 ലൈൻ ആയിട്ടൊക്കെ ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്ക് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. അതൊഴിച്ചു നിർത്തിയ ഒരു പക്ക ഒരു കിടിലൻ ഒരു സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വർക്കായി. എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.